നമസ്കാരം. വിനായക ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രോഹിണി നക്ഷത്രക്കാരുടെ 2026 ഗോചരഫലമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ലും 2026 ജൂൺ 2-ന് ശേഷം വ്യാഴം 3-ലും വരുന്നു. അതുപോലെ ശനി 11-ലും രാഹു 10-ലും കേതു 4-ലും വരുന്ന സമയമാണ് 2026. 11 എന്ന് പറയുന്നത് ശുഭസ്ഥാനമാണ്. രാഹു 10-ൽ നിൽക്കുന്നത് കർമ്മഭാഗത്താണ്. കൂടാതെ കേതു നിൽക്കുന്ന 4-ാം സ്ഥാനം കേന്ദ്രഭാഗവും മാതൃഭാഗവുമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ നല്ലൊരു സമയമാണ് 2026. 2-ാം സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെയധികം നല്ലതാണ്. 2 എന്നത് ധനസ്ഥാനമാണ്. അപ്പോൾ ധനകാരനായ വ്യാഴം 2-ന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും. തീർച്ചയായും രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ധനപരമായ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് 2026. ജൂൺ 2-നു ശേഷം വ്യാഴം രാശി മാറിയാലും അത് 3-ലേക്കാണ് പോകുന്നത്. 3 എന്ന് പറഞ്ഞാൽ സഹോദര സ്ഥാനമാണ്. അതിനാൽ സഹോദരങ്ങൾ വഴി സഹോദര ഗുണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയും ഉണ്ട്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാതെ തന്നെ ധനാഗമനങ്ങൾ ഉണ്ടാകുന്ന കാലമായിരിക്കും 2026. ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളും പുരോഗതിയും ഉണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ധനകാരനായ വ്യാഴം 2-ൽ നിന്ന് 3-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ അമ്മയുടെ സ്ഥാനമായതിനാൽ അമ്മയിൽ നിന്ന് ധനപരമായ നേട്ടങ്ങൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ്. വാക്കുകളിൽ മിതത്വം പാലിക്കാൻ രോഹിണി നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം വാക്കുപിഴ കൊണ്ട് ചില പ്രശ്നങ്ങൾ ഇവർക്ക് കടന്നു വരാവുന്നതാണ്. രാഹു 10-ൽ നിൽക്കുന്നത് ചിലപ്പോൾ കർമ്മരംഗത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. എന്നാൽ ശനി 11-ാം സ്ഥാനത്ത് നിൽക്കുന്നത് വളരെയധികം ഗുണകരമാണ്. പിതാവിൽ നിന്ന് സ്വത്ത് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള അവസരവുമുണ്ട്. സാമ്പത്തികമായി പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ് രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് 2026. ധനകാരനായ വ്യാഴം ധനസ്ഥാനത്തേക്ക് വരുമ്പോൾ ഇവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് ആത്മസംതൃപ്തി കിട്ടുന്ന ഒരു വർഷമാണ്. ഇവർ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് 2026. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അംഗീകാരങ്ങളും പ്രശസ്തിയും സ്ഥാനലബ്ധിയും ഒക്കെ കിട്ടാവുന്ന ഒരു സമയമാണ് 2026. രാഹുവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി രാഹുവേ നമഃ എന്ന മന്ത്രം ജപിക്കേണ്ടതാണ്.